ഈ പൂർവ്വജന്മവും മരണാനന്തര ജീവിതവും അതെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് ആ കൃഷ്ണനെ കണ്ടു 3 വയസ്സിൽ, പിന്നെ ഞാൻ ഗോപികമാരെയും വൃന്ദാവനും എന്തുകൊണ്ട് കണ്ടു, അപ്പോൾ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വഴി പോയാൽ അവിടെ കുഴപ്പം പറ്റുമോ, ഈ വഴി പോയാൽ ഇവിടെ കുഴപ്പം പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തുന്നത് പറ്റാതെ വരും. ചെറുപ്പം മുതലേ അങ്ങനെ പറയാൻ, ചെറുപ്പം മുതലേ അത് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. ഒരു ദൈവിക അനുഗ്രഹമായി കിട്ടിയതാണ്. അതെന്തോ ദൈവിക അനുഗ്രഹം ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈശ്വരീയമായ എനർജി എനിക്കല്ലേ ബ്ലഡ് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിറയുന്നത് പോലെ എന്തോ ദൈവിക അനുഗ്രഹത്താൽ എനിക്ക് നിറയുന്നുണ്ട്. ഈ ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? ശാന്തിമ, നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് സെക്ഷനിൽ ഇരുന്നു. അതെ അതെ അതെ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു ചോദ്യമാണ്, മരണാനന്തരത്തിന് ശേഷം എന്താണ് ജീവിതം? ഇത് ആത്മാവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂർവ്വജന്മമുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അപ്പോൾ ഈ മരണാനന്തര ജീവിതം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പൂർവ്വജന്മവും മരണാനന്തര ജീവിതവും അതെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ജീവിതം തന്നെ ഞാൻ പറയാം. അപ്പം ഞാൻ ഇത് യാദൃച്ഛമായിട്ട് അറിയാനിടയായ സംഭവങ്ങളാണ്. അതിൽ ഞാൻ പല എപ്പിസോഡുകളിലും എൻ്റെ ശാന്തി കേസ് എന്നുള്ള ആ ഒരു ചാനലിലും ഞാനിത് ആദ്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൃഷ്ണാനുഭവം എന്നുള്ള. അപ്പോഴേ എന്തുകൊണ്ട് ആ കൃഷ്ണനെ കണ്ടു 3 വയസ്സിൽ, പിന്നെ ഞാൻ ഗോപികമാരെയും വൃന്ദാവനും എന്തുകൊണ്ട് കണ്ടു, അപ്പോൾ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു ജന്മത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് ആ ഒരു വെളിച്ചം തന്നുള്ളൂ. നമുക്ക് ആ ഒരു ചെറുപ്പത്തിലെ ബോധം ഉണ്ടായിരുന്ന അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് എൻ്റെ ജീവിത പ്രയാണത്തിനിടയിൽ നമ്മുടെ ഒരു വൈബ്രേഷനാണ് മറ്റ് പല ആത്മീയ ഗുരുക്കന്മാരെ നമ്മൾ കാണാനിടയായി. നമ്മുടെ താല്പര്യം, അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തികഞ്ഞ ഇതിന് ചില കമൻസ് വന്നു, യുക്തിവാദി എങ്ങനെയാണ് ഭക്തിവാദിയാവുന്നത് എന്നൊക്കെയുള്ള. പക്ഷേ അത് തീർച്ചയായിട്ടും ആവും, കാരണം നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാവും. അതെ, ചോദ്യം ചോദിക്കുന്നതല്ല ഉത്തരം തേടി പോകാൻ കഴിയും. അതെ അതെ. ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ യുക്തിപരമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ വരുമ്പോൾ അത് അന്ധവിശ്വാസം ആവത്തില്ല. നമുക്ക് വെറുതെ ഒരു കാര്യം വിശ്വസിക്കുന്നവരുണ്ട്. എന്ത് കാണുന്നതും കേൾക്കുന്നതും ഭയപ്പെടുന്നതും. പിന്നെ ഒരു വ്രതം എടുക്കുമ്പം വെള്ള വസ്ത്രത്തിൽ ഒരു പാടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ഭക്ഷണം കഴിച്ചു പോയി, അപ്പോൾ അത് വ്രതത്തെ അഫക്റ്റ് ചെയ്യുമോ? പിന്നീട് അതുകൂട്ടുള്ള സംശയമാണ്, ഇപ്പം ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നവർ രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർത്ഥം കൊടുക്കത്തില്ലേ, അതുപോലും പലപ്പോഴും കുടിക്കാറില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ധവിശ്വാസം എന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ മന്ത്രജപത്തോടു കൂടി ആ ജലം കിട്ടുക എന്ന് പറയുമ്പോൾ ആ മന്ത്രങ്ങളുടെ പവർ, ആ ഒരു അന്തരീക്ഷത്തിലുണ്ടാകുന്ന പോസിറ്റീവ് ഊർജ്ജം, വൈബ്രേഷൻ എല്ലാം അതിൽ കാണും. അപ്പോൾ അതിനെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് നമ്മൾ ജലപാനം ചെയ്യത്തില്ല എന്നൊരു വ്രതം ഭീഷ്മരുടെ ശബ്ദം പോലിരിക്കും. കാരണം അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ജലം കുടിക്കാതിരിക്കുന്നത്, അത് നമ്മുടെ വെയിൻസിലൂടെ പോയി നമ്മുടെ ശരീരത്തിൽ അത് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യേണ്ട അതിന് നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചില മാമൂലുകളെ ഫോളോ ചെയ്യുന്നതിനോട് എനിക്ക് വിശ്വാസമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വസ്ത്രത്തിൽ ഒരു നിറവ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്രതത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളെന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് അല്ല യാത്ര ചെയ്യുന്നത്, നമ്മുടെ മാർഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. കാരണം പല മാർഗങ്ങളുണ്ടല്ലോ ലക്ഷ്യത്തിലേക്ക് എത്താൻ. പക്ഷേ മാർഗങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടന്നാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? ഇല്ല. പല വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ വഴി പോയാൽ അവിടെ കുഴപ്പം പറ്റുമോ, ഈ വഴി പോയാൽ ഇവിടെ കുഴപ്പം പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തുന്നത് പറ്റാതെ വരും. നമ്മളെപ്പോഴും റിസ്ക് എടുക്കുക. നമ്മൾക്ക് മനസ്സിൽ നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നമുക്ക് എന്താണ് ശരി തെറ്റ്, നമ്മുടെ അനുഭവത്തിലൂടെ എന്താണ് തോന്നുന്നത്, അത് മാത്രം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷനിലൂടെ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈവൻ ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ ആ വ്യക്തി ആരാണ് എന്താണ് എന്ന് എനിക്ക് ആ വ്യക്തി ഒന്നും പറയാതെ ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ എനിക്ക് മനസ്സിലാകുകയാണ്. അപ്പം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മുഖലക്ഷണം പറയുന്ന ഒരു കാക്കാത്തിയെ പോലെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോഴവരുടെ കൈ ചെറുപ്പം മുതലേ അങ്ങനെ പറയാൻ, ചെറുപ്പം മുതലേ അത് അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. ഒരു ദൈവിക അനുഗ്രഹമായി കിട്ടിയതാണ്. അതെന്തോ ദൈവിക അനുഗ്രഹം ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നീട് അതൊരു വെള്ളിത്തിരയിൽ എന്ന പോലെ ആ വ്യക്തിയുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ചില ആൾക്കാരൊന്ന് ഒഴിഞ്ഞു നിൽക്കാനും
അത് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എനിക്കത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്വരം, സൗണ്ട്. അപ്പോൾ ആ സൗണ്ട് കേട്ടാൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ എനിക്ക് ഏകദേശം പിടികിട്ടും. ആ വ്യക്തിയുടെ മുഖമൊന്നും കാണണമെന്നില്ല. അപ്പോൾ ചിലർ എന്നെ കോൾ ചെയ്യുമ്പോഴേ, ഈ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഹീൽ ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുമ്പോഴും, ഇന്ന വ്യക്തി, ആ വ്യക്തി ഒരു നല്ല വ്യക്തിയാണ്, ആ വ്യക്തിക്ക് എപ്പോഴുള്ള താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങൾ വന്നു, അപ്പോൾ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നും. കാരണം എന്താണെന്നറിയാം, അവരുടെ സ്വരത്തിൽ നിന്ന് എനിക്ക് ആ വ്യക്തിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാൽ ആ വ്യക്തിയുടെ വേറെ ഏതെങ്കിലും വ്യക്തികൾ വിളിക്കുവാണെങ്കിൽ അവരുടെ നെഗറ്റീവ് ക്വാളിറ്റീസും ആ സ്വരത്തിൽ നിന്ന് എനിക്ക് പിടികിട്ടും. അപ്പം ഞാൻ അസസ് ചെയ്യും, ഈ വ്യക്തിയുടെ ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് കൊണ്ടാണ് ഇവർക്ക് ഈ കർമ്മഫലം വന്നിരിക്കുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളും ഉണ്ടാകാറില്ലേ? കാരണം മറ്റൊരാൾ, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ അയാളെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കില്ലേ? നമ്മൾക്ക് ആ എമ്പതി നമ്മളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. കാരണം ഞാനൊരു എമ്പാത്താണ്. കാരണം മറ്റുള്ളവരുടെ ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു വൈബ്രേഷൻ എന്നിലേക്ക് വരുന്നുണ്ട്. അപ്പം അവിടെ നമ്മളത് കേൾക്കാനായിട്ട് ഒരുപാട് നിൽക്കുമ്പോൾ നമ്മളുടെ എനർജിയാണ് ഡ്രെയിനായി പോകുന്നത്. അപ്പോൾ അവർക്ക് പക്ഷേ ആ എനർജി കിട്ടും. എന്നെ കോൾ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു സമാധാനം ഉണ്ടാകുന്നുണ്ട്, പെട്ടെന്ന് അവർക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യാതെ തന്നെ അവർക്ക് ഹീലിംഗ് എനർജി ചെല്ലുവാണ്. കാരണം നമ്മുടെ മനസ്സ് അവരിലേക്ക് ഒരു നല്ലത് വരണമെന്നൊരു ചിന്ത നമ്മളിലേക്ക് വരികയാണല്ലോ. അവർക്ക് ആ ഒരു ദുഃഖം അവരിൽ നിന്ന് മാറ്റണം, അല്ലെ നമ്മൾ ആ സഹാനുഭൂതിയോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം അവർക്ക് അത് ഗുണകരമാണ്. പക്ഷെ നമ്മുടെ എനർജി കുറേ ഡ്രെയിൻ ആവും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ എനർജി വർക്കേഴ്സാണ്. അപ്പം നമ്മുടെ എനർജി ഒത്തിരി ഡ്രെയിൻ ആയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ അത് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് ഇതൊന്നും ചെയ്യാറില്ല എന്നുള്ള സത്യം. പക്ഷേ ഈശ്വരീയമായ എനർജി എനിക്കല്ലേ ബ്ലഡ് ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിറയുന്നത് പോലെ എന്തോ ദൈവിക അനുഗ്രഹത്താൽ എനിക്ക് നിറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നുള്ളൂ. കുറേ ടയർനെസ് വരും. അപ്പോഴേ ഈ ജന്മത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട ഒരു ആത്മാവായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ആ എനർജി ഫില്ലായി വരുന്നത്. കാരണം ഒരു നാഡീ ജ്യോതിഷൻ പറഞ്ഞു എന്ന് ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മത്തിൽ മകൾക്ക് ധൈര്യമായിട്ട് പോവുക, മറ്റുള്ളവരുടെ പാപങ്ങളെ കളയാനുള്ള ഒരു സിദ്ധിയുണ്ട്, അതിലൂടെ പോവുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ പൂർവ്വജന്മമായിട്ട് കണക്റ്റഡാണ്. കാരണം ഇത് കണക്റ്റഡ് ആണെന്നുള്ളത് ഞാൻ രാഹുലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എൻ്റെ സ്വരത്തിലൂടെ എൻ്റെ പൂർവ്വജന്മങ്ങളിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് പൂർവ്വജന്മമുണ്ട്. അപ്പോൾ ആ പൂർവ്വജന്മത്തിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളാണ് ഈ ജന്മത്തിൽ വരുന്നത്. പല സ്വാമിമാരും ദൂരെ ഇരുന്ന് എന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇതെല്ലാമായിട്ട് കണക്റ്റഡാണ്. നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും എഗ്രിമെൻ്റ് എടുക്കുകയാണ്. അതായത് നമുക്ക് ഈ മരണം കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് പോകുമല്ലോ, പോകുമ്പോൾ നമ്മുടെ ഉയർന്ന ചക്രയിലൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് പല ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. മനുഷ്യജന്മം തന്നെ ഓരോ ചക്രങ്ങളിൽ. അതായത് നമ്മൾക്ക് 84 ലക്ഷം രാശികളിൽ ജന്മമെടുത്ത ആളുകൾ ഈ ആത്മാവ് പർവ്വതങ്ങളായിട്ട് സസ്യജാലങ്ങളായിട്ടും പറവകളായിട്ടും ഒക്കെ ജന്മമെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടൊരു ജന്മമാണ് മനുഷ്യജന്മം. അതിൽ തന്നെ നമ്മൾ ഏറ്റവും അധമമായിട്ടുള്ള ചക്രയിൽ ജന്മം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അക്രമവാസനകൾ, നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള സെക്ഷുവലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നീഡ്സ് മാത്രം നടത്തി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടില്ലേ? അവർ ആരെ വേണമെങ്കിലും കൊല്ലുന്നതിന് ഒന്നും മടിയില്ല, ഒരു വിഷമവും ഇല്ല. അവർക്ക് കുറ്റബോധമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ചക്രങ്ങളിൽ ജനിക്കുന്നവരാണ്. മരണത്തിലും ഉണ്ടിത്. അപ്പോൾ ഈ ചക്രങ്ങളിൽ ജനിച്ചിട്ട് നമ്മൾ ക്രമേണ ഉയർന്ന ചക്രങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മാനുഷിക മൂല്യങ്ങൾക്കും മറ്റുള്ളവരെ ഹിംസിക്കരുത്, അവരെ വേദനിപ്പിക്കാതെ അവർക്ക് നമ്മളുടെ പങ്ക് കൊടുത്ത് ജീവിക്കണം, ഷെയറിങ് മെൻറ്റാലിറ്റി വരുന്നത്, കെയറിങ് മെൻറ്റാലിറ്റി, സ്നേഹമൊക്കെ വരുന്നത്. അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ഉന്നതാത്മാക്കൾക്കേ വരത്തുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു തിരിച്ചൊരു പ്രയോജനമില്ലാതെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും മറ്റുള്ളവരെ. അതാണ് ഈ എമ്പാത്തുകളാവുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്കത് വേറൊരു കുഴപ്പമുണ്ട്. എമ്പാത്തുകൾക്ക് അവർക്ക് ആ കടമകൾ ചെയ്യാനായിട്ട് സമയം വേണ്ടേ?
അവർക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി വരുമ്പോൾ ഒരുപാട് പേരാണ് ഇങ്ങനത്തെയൊക്കെ ഒരു ആവശ്യങ്ങളുമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആരെ എടുക്കും എന്നറിയാതെ കൺഫ്യൂഷൻ ഉണ്ടാവും. എല്ലാവരും ഒരേ സമയം ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ സമയം. അപ്പം നമുക്ക് ടൈം ലിമിറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ അവരെ കുറച്ച് വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചൊരു മാനസിക സമ്മർദ്ദമാണ്. ഈ ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? ഇത് വിഘടിച്ചാണോ പോകുന്നത്? അതായത് ശരീരം മണ്ണിൽ വിഘടിച്ചു പോകും. അതെ. ഈ ആത്മാവ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഈ ആത്മാവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാസനാ ഗുണങ്ങളോടുകൂടിയായിരിക്കും റിലീസാവുന്നത്. ശരീരത്തിൽ നിന്ന് റിലീസായി കഴിയുമ്പോൾ അവരുടെ ഈ ജീവിത ചക്രത്തിൽ നമ്മൾ ഇപ്പോൾ ശാന്തി എന്ന് പറയുന്ന ഒരു ശരീരത്തിൽ ഈ ശാന്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോകുമ്പോൾ എൻ്റെ ഈ വാസനാ ഗുണങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത അധർമ്മങ്ങൾ ഉൾപ്പെടെ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വെള്ളിത്തിരയിൽ എന്ന പോലെ ഞാൻ കാണാൻ തുടങ്ങും. ആദ്യം അതാണ്. കാരണം നമ്മുടെ ആത്മാവ് തന്നെ നമ്മളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പം ഞാനും രാഹുലും കൂടി ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ ആത്മീയ പ്രഭാഷണം വരെ ഈ കാര്യം വരെ ആകാശ റെക്കോർഡിലുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളും ഉണ്ട്, എന്നാൽ നമ്മൾ ചെയ്തിട്ടുള്ള ചീത്ത കർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ജന്മം ലഭിക്കുക.